ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യുന്നില്ല. സ്വർഗവും നരകവും എല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കിട്ടും. സ്വന്തമായി തന്നെ നല്ല കർമ്മങ്ങളാണ് തീരുമാനിക്കുന്ന കുറേ ആളുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഖുർആനോ പ്രവാചകനോ പറയാത്ത കുറേ കാര്യങ്ങൾ ചെയ്ത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് നബിദിനം, മൗലൂദ്, മറ്റുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു പോകുന്ന യഥാസ്ഥിതിക മുസ്ലിങ്ങളെയും കാണാം. ഇവർക്കെല്ലാം ഈ വചനങ്ങൾ സൂട്ടാണ്. എല്ലാവർക്കും ഒരുപോലെ സൂട്ടാണ് ഈ വചനങ്ങൾ. അൽ കഹ്ഫിലെ 103 ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല, പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ചെയ്ത കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി ചെയ്തു തീർന്നവരെ പറ്റി, കർമ്മങ്ങൾ ചെയ്യാത്തവരല്ല, കർമ്മങ്ങൾ ചെയ്തു പരലോകത്ത് പോയ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്നവരെ പറ്റി ഈ പറയുന്നത്. എന്തുകൊണ്ട്? അല്ലദീന വല്ല സഅയ്യുഹും, ഈ ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പിഴച്ചു പോയവരത്രയത്. വഹും യഹ്സബൂൻ, അവർ വിചാരിക്കുന്നതാകട്ടെ, അന്യഹും യുഹ്സിനൂന സുൻഅ, തങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അത് നോക്കൂല, അതൊന്നും വേണ്ട. എൻ്റെയൊക്കെ ഖുർആനുണ്ട്, എൻ്റെയൊക്കെ ബൈബിളുണ്ട്, എൻ്റെയൊക്കെ രാമായണമുണ്ട് എന്ന് പറയുന്ന ആളുകൾ. കുട്ടിൻ്റെ ബർത്ത്ഡേ കഴിക്കാൻ പാടില്ലെങ്കിൽ പ്രവാചകൻ്റെ ബർത്ത്ഡേ കഴിക്കാൻ പാടില്ല, ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാൻ പാടില്ല. ഞങ്ങൾ നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. എല്ലാവർക്കും ബാധകമാണിത്. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിലും വലിഖാഇഹി, അവനുമായി കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവരെത്രേ അവരെത്ര കർമ്മങ്ങൾ ചെയ്തിട്ടെന്താ? പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്യും. നിങ്ങൾ അവൻ പറഞ്ഞ ആ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ, അല്ല ഞങ്ങൾ മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോയില്ല, ആ സ്വർഗം ആർക്ക് വേണം എന്നെല്ലാം ചോദിക്കുന്നവർക്ക് നല്ല കൃത്യമായ ഉത്തരമാണ് ഇത്. അതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. ഒരു എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥി നല്ല ഭൂമി ഉരുണ്ടതാണ് എന്നതിൽ കുറച്ച് എഴുതാൻ, ഭൂമി ഉരുണ്ടതല്ല പരന്നതാണെന്നുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നതിന് എഴുതി കഴിഞ്ഞാൽ ജയിക്കുമോ? സിലബസ് അനുസരിച്ച്. അതുപോലെ തന്നെ പരലോകത്തേക്കുള്ള സിലബസാണ് ഖുർആനും സുന്നത്തും. അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്താൽ അവിടെ എടുക്കുള്ളൂ. അതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. പരലോകത്ത് അവരുടെ കർമ്മങ്ങൾക്ക് യാതൊരു തൂക്കവും സ്ഥാനവും നിലനിർത്തുകയില്ല. എത്ര വിഷമാണ് ഈ ഭൂമിയിൽ നിന്ന് ഇത്തരം പ്രയാസപ്പെട്ട് എത്രയോ ദൂരം നടന്നു പോകുന്നു വലിയൊരു ദൈവത്തെ ആരാധിക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യും. സൽക്രമമായി സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പിന്നീട് സൽക്രമങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ അതെല്ലാം സ്വീകാര്യമാവുകയുള്ളൂ. അതത്രേ അവർക്കുള്ള പ്രതിഫലം. അവിശ്വസിക്കുകയും എന്റെ ദൃഷ്ടാന്തങ്ങളെയും ദൂതന്മാരെയും പരിഹാസ്യമാക്കുകയും ചെയ്തതിനുള്ള ശിക്ഷയായ നരകം. ഈ സൽക്രമങ്ങൾക്കെല്ലാം കിട്ടുന്നത് നരകമാണ് എന്നാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ല, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാണ് സ്വർഗത്തോപ്പുകൾ. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും, അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കും. എന്ത് പറഞ്ഞു ഖുർആൻ, എന്ത് പറഞ്ഞു പ്രവാചകൻ? അതിലുറച്ച് കർമ്മങ്ങൾ ചെയ്തു നോക്കൂ, പരലോകത്ത് സ്വർഗം കിട്ടും. അല്ലാഹുവിന്